إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ഹജ്ജ് 23-24 രണ്ട് വചനങ്ങളുടെ വ്യാഖ്യാനം ഇന്നല്ലാഹ നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ഖിലുൽ ലദീന ആമനു വിശ്വാസികളെ പ്രവേശിപ്പിക്കുന്നതാണ് വഅമിലുസ് സ്വാലിഹാത്ത് സൽക്കർമ്മികളെയും പ്രവേശിപ്പിക്കുന്നതാണ് ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിൽ അൻഹാർ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോട്ടത്തിൽ അവരെ പ്രവേശിപ്പിക്കുന്നതാണ് ആ സ്വർഗീയ ലോകത്തേക്ക് അവർക്ക് പ്രവേശനം ലഭിക്കുന്നതാണ് നമുക്ക് മനസ്സിലാകുന്ന നമ്മുടെ ഭാഷയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നതൊക്കെയും സ്വർഗം എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിലെ വസ്തുക്കളുമായി പേരിൽ മാത്രമേ സാമ്യതയുള്ളൂ എന്ന് നാം മനസ്സിലാക്കേണ്ടതാകുന്നു. യുഹല്ലൗന ഫീഹാ അവിടെ അവർക്ക് ധരിപ്പിക്കപ്പെടും മിൻ അസാബിറ മിൻ ദഹബിൻ സ്വർണത്തിന്റെ ആഭരണങ്ങൾ വളകൾ ധരിപ്പിക്കപ്പെടും വലുഅൻ മുത്തിന്റെ ആഭരണങ്ങൾ ധരിപ്പിക്കപ്പെടും വലിബാസും അവിടെ വസ്ത്രം അവിടെ ഫീഹാ ഹരീർ അവിടെ അവരുടെ വസ്ത്രങ്ങൾ ഹരീർ പട്ടുകൊണ്ടുള്ളതായിരിക്കും എന്നൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. നോക്കൂ, നിങ്ങൾ എപ്പോഴും എല്ലാ കാലത്തും മനുഷ്യൻ വെള്ളച്ചാട്ടങ്ങളും അതുപോലെ അരുവികളും അതുപോലെ പുഴകളും ജല ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷിക്കുകയാണ്. ബീച്ചുകളാണ് മനുഷ്യന്റെ യഥാർത്ഥ ആ ഒരു ലഘുവിന്റെ ആ കളി വിനോദത്തിന്റെ കേന്ദ്രങ്ങളൊക്കെയും നോക്കൂ നിങ്ങൾ. എന്നും മനുഷ്യന് വെള്ളത്തോട് ഭ്രമമാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന പുഴകളുടെ നമുക്ക് വിശദീകരിച്ചിരുന്നത്. പക്ഷെ ഒരിക്കലും അത് ഈ ഐഹികമായ ദുനിയാവിലുള്ള പുഴകളുമായി യാതൊരു സാമ്യവുമില്ല. അത് പേരിൽ മാത്രമേ സാമ്യതയുള്ളൂ. അത് മാത്രമല്ല, അതിനുശേഷം പറഞ്ഞ ആ തരത്തിലുള്ള സ്വർണത്തിന്റെ വളകളാകട്ടെ അതുപോലെയുള്ള മുത്തിന്റെ ആഭരണങ്ങളാകട്ടെ പട്ടാകട്ടെ അതൊക്കെയും ഈ ദുനിയാവിലെ വസ്തുക്കളുമായി പേരിൽ മാത്രമേ സാമ്യതയുള്ളൂ. ഒരിക്കലും അതൊന്നും യഥാർത്ഥത്തിൽ ഈ ദുനിയാവിലുള്ള വസ്തുക്കൾ പോലെയുള്ളതല്ല. അത് സ്വർഗത്തിന് വേണ്ടി പ്രത്യേകം അല്ലാഹു തആല സൃഷ്ടിച്ച് തയ്യാർ ചെയ്യപ്പെട്ടതാകുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരുന്നു. സ്വർഗം എന്ന് പറഞ്ഞാൽ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു മനസ്സിനും സങ്കല്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സുഖസൗകര്യങ്ങളാണ് അവിടെ ഉള്ളത്. അതൊരിക്കലും മുറിഞ്ഞു പോകുകയില്ല, അതൊരിക്കലും തന്നെ തടയപ്പെടുകയുമില്ല. കാലാകാലം അതിൽ വസിക്കുന്നതാണ്. അത്രയും വിശാലമായ ഒരു വലിയൊരു ലോകമാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ. അതൊരു ചെറിയ കുടിസായ ഒരു പ്രദേശമല്ല, അത്രയും പ്രവിശാലമായ ഒരു വലിയൊരു ലോകമാണ് സ്വർഗം. ആ സ്വർഗത്തിലേക്കാണ് നമ്മെ ക്ഷണിക്കുന്നത്. അടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നു വഖുദൂ ഇല തയ്യിബി മിനൽ ഖൗൽ വാക്കിൽ നിന്നും സംസാരത്തിൽ നിന്നും പരിശുദ്ധമായത് അവർക്ക് മാർഗദർശനം നൽകപ്പെട്ടിരിക്കുന്നു. വഹുദൂ ഇലാ സിറാത്തിൽ ഹമീദ് സുത്തമമായ ഒരു പാതയിലേക്ക് അവർക്ക് സന്മാർഗം ലഭിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ